നമസ്കാരം. പറയാതെ വയ്യ. ആലപ്പുഴ സംസ്ഥാന സമ്മേളനം CPM എന്നും ഓർക്കും. 16 വർഷത്തിന് ശേഷം പിണറായി വിജയൻ സെക്രട്ടറി പദം ഒഴിഞ്ഞതിന്റെയോ കോടിയേരി ബാലകൃഷ്ണൻ പുതിയ സെക്രട്ടറി ആയതിന്റെയോ പേരിലായിരിക്കില്ല ആലപ്പുഴ സമ്മേളനം ഓർമ്മിക്കപ്പെടുക. സമ്മേളന വേദിയിൽ നിന്ന് VS അച്യുതാനന്ദൻ ഇറങ്ങിപ്പോയി പാർട്ടിയെ മുൾമുനയിൽ നിർത്തിയതിന്റെ പേരിലാകും. എന്നിട്ടും VS അച്യുതാനന്ദൻ സ്വന്തം ആരാധകരെ പോലും നിരാശപ്പെടുത്തി. ആലപ്പുഴയിൽ CPM സമ്മേളനത്തിന് കൊടി ഉയരും മുൻപേ പക്ഷേ കൊടിക്കാലിളകി. അന്തമില്ലാതെ തുടരുന്ന VS അച്യുതാനന്ദൻ പാർട്ടി പോരിന്റെ പുതിയ യുദ്ധമുഖം തുറക്കുകയായിരുന്നു പുന്നപ്രയുടെയും വയലാറിന്റെയും വിപ്ലവ മണ്ണിൽ. എല്ലാം പഴയതുപോലെ തന്നെ. പാർട്ടിയുടെ കയ്യിൽ അച്ചടക്കത്തിന്റെയും മേധാവിത്വത്തിന്റെയും നിറതോക്കുകൾ. VSന്റെ കയ്യിലാകട്ടെ പ്രതിഷേധത്തിന്റെയും നിരാശയുടെയും വാരിക്കുന്തം. പക്ഷേ ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി വിജയപരാജയങ്ങൾ മാറി മാറി വന്നു. ഏറ്റവും ഒടുവിൽ സംഘടനാക്കരത്തിന്റെ തീയുണ്ടകൾക്ക് മുൻപിൽ VSന്റെ മുനയൊടിഞ്ഞു. പോരിൽ വിജയിച്ചില്ലെങ്കിലും പാർട്ടി എന്ന വീമ്പ് പറച്ചലിന് തുള വീഴ്ത്തുന്ന രീതിയിലായിരുന്നു VSന്റെ കുന്തമേറ്. എന്തായാലും തോൽവി തന്നെ. പ്രതിനിധി സമ്മേളനത്തിൽ നിന്ന് ധീരനെ പോലെ ഇറങ്ങിപ്പോയ VS അച്യുതാനന്ദൻ പിന്നെ നീണ്ട മൗനത്തിലാണ്ടു. പിന്തുണക്കാരെയും ആരാധകരെയും പോലും നിരാശരാക്കുന്ന മൗനത്തിൽ. സമ്മേളനത്തിലേക്ക് VSനെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ പലരും പല ഘട്ടങ്ങളിലായി നടത്തി. ഒന്നും വിജയിച്ചില്ല. വാശി പിടിക്കുന്ന കുട്ടിയെപ്പോലെ ചില ഉപാധികൾ മുന്നോട്ട് വെച്ച് കടുംപിടുത്തം തുടർന്നു. ഒടുവിൽ CPM അതിന്റെ തനി രൂപം പുറത്തെടുത്തു തുടങ്ങി. ഇന്ന കാര്യങ്ങൾ അംഗീകരിക്കണം എന്നൊരു ഡിമാൻഡ് വെച്ച് അങ്ങനെ ഒരു സ്ഥിതിവിശേഷം പാർട്ടിയുടെ മുമ്പിൽ സ്വീകരിക്കുന്നൊരവസ്ഥ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒരിക്കലും അങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടില്ല. അത്തരത്തിലുള്ള സമീപനം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർ സ്വീകരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് VSന്റെ അടുത്ത് ആ കാര്യങ്ങൾ ഞങ്ങൾ അറിയിച്ചത്. ഏത് പ്രശ്നവും VSന് പാർട്ടിയുടെ മുമ്പിൽ ഉന്നയിക്കാം. അത് പാർട്ടി രീതിക്കനുസരിച്ചുകൊണ്ട് പരിഹാരം കാണും, സംഘടനാ രീതിക്കനുസരിച്ചുകൊണ്ട് പരിഹാരം കാണും. അതിനുള്ള അവസരം സഖാവ് VS നൽകിയില്ല എന്നതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ള അനുഭവം. VS അച്യുതാനന്ദന് പാർട്ടിയിൽ നിൽക്കണമെങ്കിൽ അടങ്ങി ഒതുങ്ങി നിന്നുകൊള്ളണം, അല്ലെങ്കിൽ പോകാം എന്ന സന്ദേശം തന്നെയാണ് CPM നൽകുന്നത്. ഇനി VS അച്യുതാനന്ദന് തീരുമാനിക്കാം പാർട്ടിയുമായി എന്ത് തരത്തിലുള്ള ബന്ധം വേണമെന്ന്. VS മൗനത്തിന്റെ വാൽമീകത്തിലേക്ക് ഒതുങ്ങിക്കൂടിയപ്പോൾ മാധ്യമങ്ങളിൽ പല തരത്തിലുള്ള വാർത്തകൾ വന്നു. ആരും ഒന്നും നിഷേധിച്ചില്ല. VS പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയുമെന്നും പാർട്ടി വിടുമെന്നും അതൊക്കെ പരസ്യമായി പ്രഖ്യാപിക്കുമെന്നും ഏവരും കരുതി. ഒന്നും സംഭവിച്ചില്ല. സമാപന സമ്മേളനത്തിൽ VS പങ്കെടുക്കുമോ എന്ന ആകാംക്ഷ നിലനിൽക്കെ VSന്റേതായ ആദ്യ പ്രതികരണം പുറത്തു വന്നു. ഒരു വാർത്താക്കുറിപ്പിന്റെ രൂപത്തിൽ. പ്രവർത്തന റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളിലെ വിയോജിപ്പാണ് സമ്മേളനവേദി വിട്ടുപോകാനുള്ള കാരണമെന്നാണ് കുറിപ്പിലെ സൂചന. അതിലുപരി പാർട്ടി വിരുദ്ധനെന്നു വിളിച്ചു എന്നതാണ് VSന്റെ പരാതി. പാർട്ടി വിരുദ്ധനായ ഒരാൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ശരിയല്ലെന്ന ബോധ്യത്തിലാണ് സമ്മേളനവേദി വിട്ടതെന്ന് VS വ്യക്തമാക്കുന്നുണ്ട്. നിലപാടുകളിൽ വൈരുദ്ധ്യങ്ങളുള്ള VSനോട് ഒരേ ഒരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. VS പറയുന്നത് പോലെ പാർട്ടി വിരുദ്ധൻ എന്ന വിശേഷണം പാർട്ടി ചാർത്തി തന്നത് സമ്മേളനത്തിന്റെ തലേ ദിവസമാണ്. അന്നാണ് സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് പ്രമേയം തയ്യാറാക്കുകയും അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ പരസ്യപ്പെടുത്തുകയും ചെയ്തത്. വിഭാഗീയ ഉദ്ദേശത്തോടുകൂടി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് തുടരുന്നു എന്നതാണ് ഈ രേഖയിലൂടെ വ്യക്തമാകുന്നത്. ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് പാർട്ടി
നേരത്തെ നിലപാട് വ്യക്തമാക്കിയതാണ്. പാർട്ടി അംഗീകരിച്ച പൊതുനിലപാടിൽ നിന്ന് വ്യത്യസ്തമായ പരസ്യ പ്രസ്താവനകൾ VSന്റെ ഭാഗത്തു നിന്നുണ്ടായതാണ്. അതേ നിലപാട് തുടരുകയും പാർട്ടിയിൽ ഫാസിസ്റ്റ് മനോഭാവം ആരോപിക്കുകയും ചെയ്യുന്ന പാർട്ടി വിരുദ്ധ മാനസികാവസ്ഥയിലേക്ക് VS തരം താണിരിക്കുന്നു. ഇത് VS അച്യുതാനന്ദൻ അറിയാത്തതല്ല. പാർട്ടി സെക്രട്ടേറിയറ്റ് പ്രമേയം തയ്യാറാക്കിയത് VSന്റെ കൂടി സാന്നിധ്യത്തിലായിരുന്നു. മാത്രമല്ല, സെക്രട്ടേറിയറ്റ് പ്രമേയത്തെയും അത് മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്ത പാർട്ടി സെക്രട്ടറിയെയും VS ഉടൻ തന്നെ തള്ളിപ്പറയുകയും ചെയ്തതാണ്. പാർട്ടി സമ്മേളനം നടക്കുന്ന സന്ദർഭത്തിൽ നടപടി എന്ന് പറയുന്നത് എടുത്തുകൂടാ എന്നാണ് പാർട്ടി സെൻട്രൽ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. അയാൾ ഏതാണ്ടെല്ലാം എനിക്കെതിരായിട്ട് നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പത്രക്കാരോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, താണ നിലപാട് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്നൊക്കെ. അതെല്ലാം തന്നെ അതർഹിക്കുന്ന അവജ്ഞയോടുകൂടി ഞാൻ തള്ളിക്കളയുകയാണ്. ഞാനൊരു കത്തയച്ചത് പോളിറ്റ് ബ്യൂറോയ്ക്കാണ്. പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് അത് സംബന്ധിച്ചുള്ള മറുപടിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവരിവിടെ വരുമ്പോൾ അത് സംബന്ധിച്ച് ഞാൻ അവരുമായി വിശദമായിട്ട് സംസാരിച്ച് അത് സംബന്ധിച്ചുള്ള മറുപടി ഞാൻ മനസ്സിലാക്കുന്നതാണ്. അതിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും ഞാൻ എൻ്റെ നിലപാട് സ്വീകരിക്കുന്നത് എന്ന് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കുകയാണ്. ഇതോടെ ഒരു കാര്യം ബോധ്യമായി. പാർട്ടി വിരുദ്ധനെന്ന് പാർട്ടി വിളിച്ച കാര്യം സമ്മേളന തലേന്ന് തന്നെ VSന് ബോധ്യപ്പെട്ടിരുന്നു. അങ്ങനെയെങ്കിൽ പിറ്റേന്ന് സമ്മേളനത്തിന്റെ പതാക ഉയർത്തുന്ന അടക്കമുള്ള ചടങ്ങുകളിൽ VS എന്തിനു പങ്കെടുത്തു? പതാക ഉയർത്തുന്നവർക്ക് അഭിവാദ്യ പ്രസംഗത്തിന് അവസരം നൽകുന്ന പതിവുണ്ട്. അതുകൂടി പാർട്ടി നിഷേധിച്ചിട്ടും പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലടക്കം എന്തിനു വെറും കാഴ്ചക്കാരനായി ഇരുന്നു കൊടുത്തു? റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ടുള്ള പിണറായി വിജയന്റെ മൂർച്ചയേറിയ വാക്കുകളും പരിഹാസങ്ങളും എല്ലാം കേട്ടിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് തൊട്ട് പിറ്റേ ദിവസം പതിവ് പോലെ എത്തുകയും ചെയ്തു. രാവിലെ മുതൽ സമ്മേളനത്തിൽ പങ്കെടുത്ത VSന് 11 മണിക്ക് ശേഷം മാത്രമാണോ പാർട്ടി തന്നെ വിരുദ്ധൻ എന്ന് വിളിച്ച കാര്യം ഓർമ്മ വന്നത്? പാർട്ടി വിരുദ്ധൻ എന്നുള്ള നിലയിൽ ഒരു പ്രയോഗം പാർട്ടി സെക്രട്ടേറിയറ്റിന്റെ പ്രമേയത്തിനകത്തില്ല. പാർട്ടി സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ ഒരു തിരുത്തലും വരുത്താൻ പാർട്ടി തീരുമാനിച്ചിട്ടില്ല. VS അച്യുതാനന്ദനെ പിന്തുണയ്ക്കുന്നവർ എല്ലാം പാർട്ടിക്കാരല്ല. അതിനു പുറത്തുള്ള ജനസമൂഹവുമുണ്ട്. അവർക്ക് പാർട്ടി അച്ചടക്കത്തെക്കുറിച്ചോ മാർക്സിസ്റ്റ് ലെനിൻ സംഘടനാ തത്വങ്ങളെക്കുറിച്ചോ ഒന്നും കാര്യമായി അറിവില്ല. VS നടത്തുന്ന ഇടപെടലുകളെയും പാർട്ടി കാണിക്കുന്ന നെറുകേടുകൾക്കെതിരെയുള്ള വെല്ലുവിളികളെയുമാണ് അവർ ഇഷ്ടപ്പെടുന്നത്. അതിന്റെ പേരിലാണ് അവർ VSനെ പിന്തുണയ്ക്കുന്നത്. അത്തരക്കാരെ നിരാശപ്പെടുത്തി കളഞ്ഞു VS അച്യുതാനന്ദൻ. CPM എന്ന പാർട്ടിയെ പലപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ വെല്ലുവിളിച്ചിട്ടുണ്ട് VS. പക്ഷേ ഏവരെയും അമ്പരപ്പിക്കുന്ന രീതിയിൽ നിലപാടുകളെ മയപ്പെടുത്തി പാർട്ടിക്ക് മുന്നിൽ കീഴടങ്ങിയിട്ടുമുണ്ട്. പക്ഷേ ഇത്തവണത്തേത് സ്വന്തം വിശ്വാസ്യതയ്ക്ക് തന്നെ മങ്ങലേൽപ്പിക്കുന്ന രീതിയിലായി പോയി എന്ന് പറയാതെ വയ്യ. ധീരമായ ചുവടുകളുമായി മുന്നോട്ട് പോകുന്നതിലുണ്ടായ വീഴ്ചകൾ കാരണം പാർട്ടിയിൽ കൂടെയുള്ളവർ പോലും ഉപേക്ഷിച്ചു പോകുന്ന സ്ഥിതിയുണ്ടായി. തരം പോലെ ഓരോരുത്തരെയും VSന്റെ ചിറകിനടിയിൽ നിന്ന് അടർത്തിയെടുത്ത് പാർട്ടിക്കൊപ്പം നിർത്താൻ നേതൃത്വത്തിന് കഴിഞ്ഞു. വിഭാഗീയത എന്നാൽ VS അച്യുതാനന്ദൻ മാത്രമെന്ന് പാർട്ടി കരുതുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചത് VS അച്യുതാനന്ദൻ തന്നെയാണ്. പാർട്ടിയുമായി മുൻപ് നടത്തിയ വിലപേശലുകൾ വൻ ലാഭമുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇനി അതിനില്ലെന്ന് പ്രഖ്യാപിച്ച് പാർട്ടി ചെറുത്തുനിൽപ്പ് തുടങ്ങിയതോടെ അതിനെ തോൽപ്പിക്കാൻ കഴിയുന്ന വിധം നിലപാടെടുക്കാതെ VS സ്വയം ചെറുതാകുകയായിരുന്നു ആലപ്പുഴ സമ്മേളന ദിവസങ്ങളിൽ. എന്തിനേറെ പറയുന്നു, VS അച്യുതാനന്ദന്റെ ത്യാഗങ്ങളെയും സമരങ്ങളെയും എല്ലാം വെറുമൊരു കുത്തുകൊള്ളലായി മാത്രം കുറച്ചു കാണാൻ പാർട്ടി നേതൃത്വം തയ്യാറാകുമ്പോഴും നിഗൂഢമായ മൗനത്തിലാണ് VS. ഇതിനൊന്നും മറുപടി പറയാത്ത VS അച്യുതാനന്ദനെ ഇനി ആര് വിശ്വസിക്കും? ഏതൊരു വ്യക്തിയായാലും പ്രസ്ഥാനത്തിന് കീഴ്പ്പെട്ടു പോകണം. എൻ്റെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ആരെയും പേടിയില്ലെങ്കിൽ പുരക്കെ തൂണിനെങ്കിലും പേടിക്കണം. ഏത് കമ്മ്യൂണിസ്റ്റുകാരനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കീഴിലായിരിക്കണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കീഴ്പ്പെട്ടു പോകണം. അതിൻ്റെ മുന്നിൽ ദുരഭിമാനം ആവശ്യമില്ല. നാം കീഴടങ്ങാതിരിക്കേണ്ടത് ശത്രുവിൻ്റെ മുന്നിലാണ്. ഈ പാർട്ടിയുടെ മുന്നിൽ നാം കീഴടങ്ങിയിരിക്കണം.
ആരും വേറൊന്നും പറഞ്ഞില്ല, ഞാനും മറ്റൊന്നും പറയുന്നില്ല. എന്നെടുത്താൽ മതി. പക്ഷേ വിരട്ടലും വിലപേശലും ഈ പാർട്ടിയോട് വേണ്ട. വിരട്ടലിനും വിലപേശലിനുമൊന്നും വഴങ്ങിക്കൊടുക്കുന്നതല്ല ഈ പാർട്ടി. എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതും നമ്മൾ ഓർക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഓർക്കേണ്ടവർ ഓർക്കേണ്ടതാണ്. അത്രയും ഓർത്താൽ നല്ലത്. ചെറുത്തുനിൽപ്പിന് കൂടെ കൂടിയവരെയെല്ലാം പലപ്പോഴായി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ VS എന്ന പ്രതിരോധ കപ്പൽ നടുക്കടലിൽ ഒറ്റയ്ക്കാണ്. പ്രതീക്ഷകളുടെയും പിന്തുണയുടെയും തീരത്ത് നിന്ന് വളരെ ദൂരെ. ആ കപ്പലിനെ തകർത്തു മുക്കാനുള്ള ശ്രമമാണ് പാർട്ടി നാലുപാടു നിന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ കപ്പൽ ഉപേക്ഷിച്ച് ശത്രുപാളയത്തിൽ ചെന്ന് ജീവന് വേണ്ടി അപേക്ഷിക്കുക, അതല്ലെങ്കിൽ കപ്പലോടെ നടുക്കടലിൽ മുങ്ങുക. വേണമെങ്കിൽ മുങ്ങുന്നതിന് മുൻപ് അവശേഷിക്കുന്ന ആയുധങ്ങൾ കൂടി പ്രയോഗിക്കാമെന്ന് മാത്രം. മൗനത്തിലിരിക്കുന്ന VS അച്യുതാനന്ദന്റെ തീരുമാനം എന്തായാലും CPM ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അനുസരണക്കേട് കാണിക്കുന്ന VS അച്യുതാനന്ദനെ നേരിടാൻ തന്നെയാണ് തീരുമാനം. ഭവിഷ്യത്ത് എന്തായാലും CPM ഒരു തീരുമാനമെടുത്താൽ അവർക്ക് മുന്നിൽ വ്യക്തികൾ പ്രസക്തമല്ല. അത് VS അച്യുതാനന്ദനായാലും ശരി, പിണറായി വിജയനായാലും ശരി. പാർട്ടിയുമായി തെറ്റിയ MV രാഘവനെയും KR ഗൗരിയമ്മയെയും പാർട്ടിക്കുള്ളിൽ നിർത്തിക്കൊണ്ട് തന്നെ തള്ളിപ്പറഞ്ഞ പ്രസ്ഥാനമാണ് CPM. എന്തിനേറെ പറയുന്നു, കുറ്റാരോപണമോ ആക്ഷേപം ചൊരിയലോ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും സാക്ഷാൽ EMSനെ അവസാന കാലത്ത് ഏതാണ്ട് അപ്രസക്തമാക്കിയ പാർട്ടിയും CPM തന്നെയാണ്. അന്ന് ശക്തനും കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന വ്യക്തിയുമായ VS അച്യുതാനന്ദന് നേരെയാണ് ഇപ്പോൾ പാർട്ടി തിരിഞ്ഞത് എന്ന കാര്യം ഒരുപക്ഷെ കാവ്യനീതിയാകാം. ഇതിനു മുൻപ് VSനെതിരെ പാർട്ടി കമ്മിറ്റികളിലും റിപ്പോർട്ടുകളിലും ഏറിപ്പോയാൽ വാർത്താക്കുറിപ്പുകളിലും പറഞ്ഞിരുന്ന കാര്യങ്ങൾ സമ്മേളന സ്ഥലത്ത് പരസ്യമായി പറയാൻ പാർട്ടി നേതൃത്വം ഒട്ടും മടിക്കുന്നില്ല. We would hope and we wish that Comrade VS becomes part and parcel of our continuing movement and struggle. And I hope that he will join and become part of this by accepting the common norms and discipline of the party, which he as a senior most leader of the party is obliged to accept and implement. സ്വന്തം താല്പര്യത്തേക്കാൾ പാർട്ടി താല്പര്യത്തിന് മുൻഗണന കൊടുക്കുന്ന സഖാക്കളാണ് CPMലുള്ളത്. നമുക്ക് ഓരോരുത്തർക്കുമുള്ള സ്ഥാനമാനത്തിന് വേണ്ടിയിട്ടല്ല ജനങ്ങൾ നമ്മളിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് മെമ്പർമാരാകാൻ, MLAമാരാകാൻ, MP മാരാകാൻ, മന്ത്രിമാരാകാൻ ഈ പാർട്ടിയുടെ പേരിൽ കുറച്ചു പേർക്ക് സാധിക്കും. പക്ഷെ ഇതൊന്നും ആഗ്രഹിക്കാത്ത ലക്ഷക്കണക്കിന് ജനങ്ങൾ, ഈ പാർട്ടിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറുള്ള ജനങ്ങളാണ് ഈ CPMന്റെ ശക്തി. VS അച്യുതാനന്ദൻ പാർട്ടിയെ വെല്ലുവിളിക്കുകയും പാർട്ടി പറയുന്ന അച്ചടക്കത്തിന്റെ എല്ലാ സീമകളും ലംഘിക്കുകയും ഒക്കെ ചെയ്തപ്പോഴും കടുത്ത നടപടികളിലേക്ക് പോയില്ല. പൊളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്താക്കുകയും നിരന്തരം ശാസിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ഒക്കെ ചെയ്തിട്ടും VS അനുസരിച്ചിട്ടുമില്ല. തനിക്ക് തോന്നുന്ന ശരികൾ അനുസരിച്ച് VS മുന്നോട്ട് പോയി. പാർട്ടിക്കാർക്കപ്പുറം ജനങ്ങളുടെ പിന്തുണയിലായിരുന്നു VSന്റെ വിശ്വാസം. പാർട്ടിയുടെ തലവേദനയും അതുതന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തും നേരിടാൻ തയ്യാർ എന്ന മാനസികാവസ്ഥയിൽ എത്തി നിന്നുകൊണ്ടാണ് CPM VSനെ നേരിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. സമ്മേളന തലേന്ന് VSനെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള പ്രമേയം തയ്യാറാക്കി പ്രസിദ്ധപ്പെടുത്തിയതിന് പിന്നിലെ കാരണവും മറ്റൊന്നല്ല. ചന്ദ്രശേഖരനടക്കമുള്ളവരെ പാർട്ടിയിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ ഒഞ്ചിയത്ത് പോയതിനെക്കുറിച്ച് VS അവകാശപ്പെടുന്നുണ്ട്. തീർത്തും വസ്തുതാവിരുദ്ധമായ ഒരു കാര്യമാണിത്. ചന്ദ്രശേഖരനും കൂട്ടരും പാർട്ടിക്ക് പുറത്തുപോയപ്പോൾ അവരുടെ നേതാവായി പ്രദർശിപ്പിച്ചത് VSനെയായിരുന്നു. അതിനവർ ചെയ്തത് VSന്റെ പടവുമായി പ്രകടനം നടത്തുക, VSന്റെ പടമുള്ള ബോർഡുകൾ വെക്കുക തുടങ്ങിയവയായിരുന്നു. ജീവിച്ചിരിക്കുന്ന പാർട്ടി നേതാവ് തങ്ങളുടെ നേതാവാണെന്ന് ഒരു വിഘടിത വിഭാഗം
അവകാശപ്പെടുന്നതിനെ ഒഞ്ചിയത്തെ പാർട്ടി സഖാക്കൾ ചോദ്യം ചെയ്തു. ഇത് സംഘർഷാന്തരീക്ഷം സൃഷ്ടിച്ചു. ഒഞ്ചിയത്തുള്ള ഒരു പൊതുയോഗത്തിൽ സഖാവ് VS പങ്കെടുക്കണമെന്നും വിഘടിത വിഭാഗത്തെ വിമർശിച്ച് സംസാരിക്കണമെന്നും പാർട്ടി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. വൈകിയാണെങ്കിലും VS ഒഞ്ചിയത്ത് ഒരു പാർട്ടി പൊതുയോഗത്തിൽ പങ്കെടുത്തു. എന്നാൽ വിഘടിത വിഭാഗത്തെ നേരിയ തോതിൽ പോലും വിമർശിച്ച് സംസാരിക്കാൻ തയ്യാറായില്ല. VSന് മേൽ പിടിമുറുക്കുന്ന നടപടികൾക്ക് പൊതുസമൂഹത്തിൽ നിന്നുള്ള പ്രതികരണം എന്താകുമെന്ന കാര്യത്തിലാണ് CPM ഇതുവരെ ആശങ്കപ്പെട്ടിരുന്നത്. ഇത്തരം ആശങ്കകൾ കാരണമാണ് 2006-ലും 2011-ലും പാർട്ടി സംസ്ഥാന ഘടകം എടുത്ത തീരുമാനത്തിന് വിരുദ്ധമായി VS അച്യുതാനന്ദനെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കേണ്ടി വന്നത്, അഥവാ കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലിന് വഴങ്ങേണ്ടി വന്നത്. അന്ന് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചപ്പോഴുണ്ടായ പ്രതികരണങ്ങൾ ഇപ്പോഴും ഉണ്ടാകുന്നുണ്ടോ എന്ന് CPM പ്രത്യേകം നിരീക്ഷിച്ചിട്ടുണ്ടാകണം. ഒരുപക്ഷെ അപായ സൂചനകൾ ഒന്നും കണ്ടില്ല എന്നതുകൊണ്ട് തന്നെയാകണം VSനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത്. ഉപരിക്കമ്മിറ്റികളുടെ തീരുമാനം കീഴ്ഘടകങ്ങൾക്കും ബാധകമാണെന്ന പാർട്ടി തത്വം പോലെ തന്നെ മേൽത്തട്ടിൽ തുടങ്ങിയിരിക്കുന്ന പരസ്യമായ VS വിരക്തി അധികം താമസിയാതെ താഴെത്തട്ടുകളിലേക്കും പടരും. അതിനുള്ള സുസംഘടിതമായ സംവിധാനം CPMനുണ്ട്. ചുരുക്കത്തിൽ VSനെതിരായ പ്രചാരണ പരിപാടി പാർട്ടി തുടങ്ങിക്കഴിഞ്ഞു. അതാണ് ആലപ്പുഴയിൽ കണ്ടത്. ഒരു നേതാവും ഒരു വ്യക്തിയും പാർട്ടിക്ക് അതീതമല്ല. പാർട്ടിക്ക് വിധേയരാണ് നമ്മളെല്ലാം തന്നെ. അതുകൊണ്ട് പാർട്ടിക്ക് വിധേയമായി പ്രവർത്തിച്ചുകൊണ്ട് ഈ പാർട്ടി ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച് കൂടുതൽ കൂടുതൽ ബഹുജനങ്ങളെ ഈ പ്രസ്ഥാനത്തിന് പിന്നിൽ അണിനിരത്തേണ്ടുന്ന ഒരു പുതിയ കാലഘട്ടത്തെയാണ് നാം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന തത്വങ്ങൾക്ക് പിന്നിൽ ആണ് ബഹുജനങ്ങളെ നാം അണിനിരത്തുന്നത്. ഏതെങ്കിലും ഒരു നേതാവിന് പിന്നിലല്ല ജനങ്ങൾ അണിനിരക്കേണ്ടത്, പാർട്ടിക്ക് പിന്നിലാണ് ജനങ്ങൾ അണിനിരക്കേണ്ടത്. 75 വർഷം മുൻപ് വേലിക്കൽ ശങ്കരൻ അച്യുതാനന്ദൻ എന്ന യുവാവ് വിപ്ലവ വീര്യവുമായി നെഞ്ചും വിരിച്ചു കയറി വന്ന പ്രസ്ഥാനത്തിന്റെ സമ്മേളന വേദിയിൽ നിന്നാണ് മുറിവേറ്റ ഹൃദയവുമായി ഇപ്പോൾ ഇറങ്ങിപ്പോകേണ്ടി വന്നത്. ഇതേ അച്യുതാനന്ദൻ തന്നെ സ്റ്റാലിനിസ്റ്റ് രീതിയിൽ അച്ചടക്കത്തിന്റെ വാളുയർത്തി പലരെയും തച്ചുടച്ചിട്ടുണ്ട് എന്നത് വാസ്തവം. വ്യക്തികൾ മാറുന്നു എന്ന് മാത്രം. ഒരിക്കൽ വിധിച്ചവർ ഇന്ന് വിധി ഏറ്റുവാങ്ങുന്നു. യന്ത്രം പോലെ പാർട്ടി സംവിധാനം മുന്നോട്ട് പോകുന്നു. അച്ചടക്കം, അതാണ് VS അച്യുതാനന്ദനെ നേരിടാൻ പാർട്ടി പ്രയോഗിക്കുന്ന ആയുധം. വ്യക്തികളോട് അച്ചടക്കം പാലിക്കാൻ ആവശ്യപ്പെടുന്ന പാർട്ടിക്ക് എത്രത്തോളമുണ്ട് അച്ചടക്കം? സഖാവ് VS അച്യുതാനന്ദൻ തുടർന്നു വരുന്ന അച്ചടക്ക ലംഘനം അവസാനിപ്പിക്കുന്നില്ല എന്നാണ്. തുടർച്ചയായ അച്ചടക്ക ലംഘനം പൊറുപ്പിക്കാനാവാത്ത സാഹചര്യത്തിലാണ് 2009 ജൂലൈ 11, 12 തീയതികളിൽ ചേർന്ന കേന്ദ്ര കമ്മിറ്റി VS അച്യുതാനന്ദനെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിവാക്കിയത്. VS അച്യുതാനന്ദൻ ചൂണ്ടിക്കാണിച്ച 5 പ്രശ്നങ്ങളാണ് ഗുരുതരമായ അച്ചടക്ക പ്രശ്നമായി ഇപ്പോൾ പാർട്ടി എടുത്തു പറയുന്നത്. പാർട്ടിക്ക് കൊടുത്ത കത്ത് ആര് ചോർത്തിയെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ കത്ത് ചോർത്തിയത് VS തന്നെയാണെന്ന് പാർട്ടിക്ക് മനസ്സിലായതുപോലെയാണ് പാർട്ടി നടപടികൾ. കത്ത് ചോർത്തിയതിന്റെ പേരിലല്ല VSനെ കുറ്റപ്പെടുത്തുന്നതെന്നും കത്ത് വഴി സമൂഹത്തിലുണ്ടായ ആശയക്കുഴപ്പം മാറ്റുക മാത്രമാണ് ഉദ്ദേശമെന്നും വിശദീകരിക്കുന്നു. VS പറഞ്ഞത് ആ കാര്യങ്ങൾക്കെല്ലാം PB ആണ് പരിശോധിക്കേണ്ടതെന്നുള്ളതാണ് VS പറഞ്ഞത്. അക്കാര്യം സ്വാഭാവികമായിട്ടും PBക്ക് കത്തയച്ചാൽ PB അക്കാര്യം പരിശോധിക്കും. ഇപ്പം ആരെങ്കിലും നടപടി സ്വീകരിച്ചിട്ടില്ലല്ലോ. VSൻ്റെതായിട്ടാണല്ലോ ചില പത്രക്കാർ കൊടുത്തത്. ആ പത്രം കൊടുത്തതുകൊണ്ട് VSൻ്റെ പ്രസ്താവനയായിട്ടല്ലേ കൊടുത്തത്. അപ്പോൾ പിന്നെ അതിൻ്റെ വസ്തുത എന്താണെന്ന് വ്യക്തമാക്കാനുള്ള ബാധ്യത പാർട്ടിക്കുണ്ട്. അല്ലെങ്കിൽ അരാജകത്വം നടക്കൂലേ പാർട്ടി? അത് പാർട്ടി അനുവദിക്കാൻ പറ്റുമോ? അണികൾക്കിടയിലും സമൂഹത്തിലും ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്ന കുറ്റമാണ് VS അച്യുതാനന്ദൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. VS അയച്ച കത്ത് അനവസരത്തിലുള്ളതാണെന്നും അനാവശ്യമായി പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിന് വേണ്ടി ഉദ്ദേശിച്ചുള്ളതാണെന്നുമാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. പ്രസ്തുത കത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ചർച്ച ചെയ്ത് ഏകകണ്ഠമായി തള്ളിയതാണ്.
കത്തിൽ ഉന്നയിച്ച പ്രശ്നങ്ങൾ നേരത്തെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും കേന്ദ്ര കമ്മിറ്റിയും ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുത്തവയായതിനാൽ ഇത് അനവസരത്തിലുള്ള ഒന്നാണെന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും കത്ത് തള്ളിയത്. TP വധത്തിൽ കോടതി കുറ്റക്കാരനായി കണ്ടെത്തിയ ആളിനെ പാർട്ടി കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത് എന്തിനാണെന്ന് VS ചോദിക്കുന്നു. ഇതെങ്ങനെ അനാവശ്യമാകും? ഒരുപക്ഷെ പാർട്ടിക്ക് ന്യായീകരിക്കാൻ കഴിയുന്ന നടപടിയായിരിക്കും. എന്നാൽ ജനങ്ങളിൽ ഇത് സംബന്ധിച്ച് ഒരാശയക്കുഴപ്പവും ഉണ്ടാകാനിടയില്ല. VS ഉന്നയിച്ചത് ശരിയായ ചോദ്യം തന്നെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് RSP ഇടതുമുന്നണി വിടാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് VS ഉന്നയിക്കുന്ന ചോദ്യത്തിന് ഇനിയും പാർട്ടി മറുപടി നൽകിയിട്ടില്ല. RSPയുമായി ചർച്ച പൂർത്തിയാകുന്നതിന് മുൻപ് കൊല്ലത്ത് CPMന്റെ സ്ഥാനാർത്ഥിയായി MA ബേബിക്ക് വേണ്ടി പ്രചാരണം തുടങ്ങിയില്ലേ എന്നാണ് VSന്റെ ചോദ്യം. സോളാർ സമരം പെട്ടെന്ന് അവസാനിപ്പിച്ചതിനെക്കുറിച്ചും തെരഞ്ഞെടുപ്പുകളിലുണ്ടായ പരാജയത്തെക്കുറിച്ചും ഒക്കെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന പാർട്ടി ജനങ്ങൾക്ക് സംശയമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ വിശദീകരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. സാധാരണക്കാർക്ക് തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ് VSും ഉന്നയിച്ചിരിക്കുന്നത്. അതിന്റെ പേരിലാണ് പക്ഷേ പാർട്ടി അച്ചടക്കം ഓർമ്മിപ്പിക്കുന്നത്. പാർട്ടിയിലെ ഓരോ അംഗങ്ങളും അച്ചടക്കമുള്ളവരായി മാറിയാൽ മാത്രമേ പാർട്ടിക്ക് അച്ചടക്കത്തോടെ പ്രവർത്തിക്കാൻ കഴിയൂ. സംശയമില്ല. പക്ഷേ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്നും വിശ്വാസങ്ങളിൽ നിന്നും പാർട്ടി തന്നെ വ്യതിചലിച്ചു പോയാൽ അതും ഒരു അച്ചടക്കമില്ലായ്മയാണ്. ബൂർഷ്വാ പ്രവണതകളും ജീർണതകളും അടിക്കടി കൂടി വരുന്നുവെന്ന് വർഷങ്ങളായി വിലയിരുത്തി പോരുന്ന പാർട്ടിക്ക് സ്വന്തം അസ്തിത്വത്തിൽ തന്നെയുണ്ട് ഒരു അച്ചടക്ക പ്രശ്നം. പോരായ്മകൾ ചൂണ്ടിക്കാട്ടുന്നവരെ അരിഞ്ഞു വീഴ്ത്തൽ മാത്രമാവരുത് പാർട്ടിയുടെ അച്ചടക്കം. പറയാതെ വയ്യ വീണ്ടും അടുത്തയാഴ്ച. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക. പ്രൊഡ്യൂസർ പറയാതെ വയ്യ, മനോരമ ന്യൂസ്, തമ്പാനൂർ, തിരുവനന്തപുരം.